അതിശക്തമായ മഴയിൽ മധ്യ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലകളിലാണ് കനത്ത മഴയും കാറ്റുമുള്ളത്. എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒരു വീട് പൂർണ്ണമായും, 3 വീടുകൾ ഭാഗികമായും തകർന്നു. ആലത്തൂരിൽ തകർന്ന വീടിനകത്തു നിന്ന് കുടുംബാംഗങ്ങളെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. തിരുവല്ലാമല കാട്ടുകുളത്ത് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം അടുപ്പുട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 20ഓളം വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിൽ പുലർച്ചെ മുതൽ കനത്ത മഴയും കാറ്റുമാണ്. ജില്ലയുടെ തീരദേശ മേഖലകളിൽ മഴയും കടൽക്ഷോഭവും രൂക്ഷം. വടക്കൻ പറവൂരിൽ മഴയിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ പലയിടത്തും വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. കുമ്പളത്ത് റോഡിലേക്ക് വീണ വൈദ്യുതി പോസ്റ്റിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. കൂത്താട്ടുകുളം പാലക്കുഴയിൽ വീടിനു മുകളിലേക്ക് പ്ലാവ് കടപുഴകി വീണു. ഇന്നലെ രാത്രിയിലെ മഴയിൽ കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഈരാറ്റുപേട്ട കടുവമൂഴി ഭാഗത്ത് വീടുകൾക്ക് മുകളിൽ മരം വീണു. കനത്ത കാറ്റിൽ തലനാട് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കുര പൂർണ്ണമായി തകർന്നു. ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 27 വരെ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചു. ജലവിനോദങ്ങൾക്കും നിയന്ത്രണമുണ്ട്. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.